ചെറിയ അരുവികൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒഴുകുന്ന കാണാൻ നല്ല രസമല്ലേ. വെള്ളത്തിങ്ങനെ വാ രസമാണ്. വെള്ളം നോക്കി ഇതാക്കി കൊടുക്കുന്നു പോകുന്നത് രസമല്ലേ. ഈ പാറയിലൊക്കെ ഇങ്ങനെ തട്ടി 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 മനോഹരമായിരിക്കുന്നില്ല. ഇങ്ങനെ ചെറിയ ഒഴുക്കുകളാണ് വലിയ ഒഴുക്കുകളിലേക്ക് പോകുന്നത്. ഈ ഒഴുക്കിനൊരിക്കലും ഈ ഒഴുക്ക് തുടങ്ങിയപ്പോൾ അറിയത്തില്ലായിരുന്നു ഞാൻ വലിയൊരു ഒഴുക്കിലേക്ക് ചെന്ന് ചേരാൻ പോവുകയാണെന്ന്. ഞാൻ വലിയൊരിടത്തേക്ക് മൂവ് ആവുകയാണെന്ന്. ഞാൻ വലിയൊരു നന്മയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒഴുകുമ്പോൾ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടാതെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പം നമുക്കങ്ങനെ പലപ്പോഴും തോന്നാറില്ലേ, അപ്പോൾ എനിക്കും മറ്റുള്ളവരെ പോലെ വലുതായിട്ടൊന്നും ജീവിതത്തില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാം. ഈ ചെറിയ ഒഴുക്കുകൾ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പതഞ്ഞ് ഒഴുകിയൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ അതിൻ്റെ സ്പീഡ് വർദ്ധിക്കുന്നത് ആ നദി ആ ചെറിയ അരുവിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. അതിൻ്റെ തുടക്കവും അതിനിങ്ങനെ സ്പീഡ് ഇങ്ങനെ വർദ്ധിക്കുന്നത് ചെറുതായിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ ചെറുതായിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകി ഭയങ്കര മൂവിൻ്റെ ഭാഗമാകാൻ പോവുകയാണെന്ന് ആ നദിക്ക് അല്ലെങ്കിൽ ആ ചെറിയ അരുവിക്ക് അറിയാൻ പറ്റില്ല. നോക്കിക്കോണേ എങ്ങോട്ടാണ് ചെന്ന് ചേരുന്നതെന്ന്. നിശ്ചയമായിട്ടും നിങ്ങളിങ്ങനെ ചെറുതായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക, നിൽക്കാതെ പുറകോട്ട് പോകാതിരിക്കുക. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ചെന്നു ചേരേണ്ടിടത്ത് ചെന്ന് ചേർന്നിരിക്കും. യാതൊരു എതിരുമില്ല അതിന്. അത് പിന്നെ സകല ഭൂഖണ്ഡങ്ങളെയും നനച്ചുകൊണ്ടിങ്ങനെ മുൻപോട്ടിങ്ങനെ രാജ്യങ്ങളെ നനച്ചുകൊണ്ടിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ തുടക്കം ഇങ്ങനെ ചെറുതിൽ നിന്നായിരിക്കാം. ചെറുതിൽ നിന്ന് ഒന്നും ആർക്കും കാണാൻ ഇവിടെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ അങ്ങനെ ചെറുതായെങ്കിലും നിങ്ങളുടെ തുടക്കത്തേക്കാൾ നിങ്ങളുടെ ഒടുക്കം ഏറ്റവും മനോഹരമായിരിക്കും, ഏറ്റവും ബെസ്റ്റായിരിക്കും. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് എൻ്റെ തുടക്കത്തേക്കാൾ എൻ്റെ ഒടുക്കം, എൻ്റെ അവസാനം, എൻ്റെ ഫ്യൂച്ചർ ഏറ്റവും ബെസ്റ്റായിരിക്കുമെന്ന്. എൻ്റെ ഫ്യൂച്ചർ ഏറ്റവും ബെസ്റ്റായിരിക്കുമെന്ന്. എൻ്റെ ഫ്യൂച്ചർ ഏറ്റവും ബെസ്റ്റായിരിക്കുമെന്ന്. ഞാനിങ്ങനെ ചെറിയ നദിയായിട്ട് എന്നും ഇരിക്കത്തില്ല. ഒഴുകിക്കൊണ്ടേ ഇരിക്കുക, മുൻപോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഇങ്ങനെ ബാധ്യതകളും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന് നടുവിലൂടെ മുൻപോട്ട് പൊക്കോണ്ടേ ഇരിക്കുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ.